ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ പാലക്കാടുള്ള കൽപ്പാത്തി അഗ്രഹാരത്തെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും അല്ലേ? കുറവായിരിക്കും എന്ന് പറയുന്നതിനേക്കാൾ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് പറയണത് തന്നെയാവും ശരി. നവംബർ 14, 15, 16 തീയതികളിലായിട്ട് കൽപ്പാത്തിലെ രഥോത്സവം നടക്കുകയാണ്. 16-ാം തീയതി ഞായറാഴ്ചയാണ് 3-ാം തേര്. തേര് വലിക്കണത്, അതായത് കൽപ്പാത്തി തേര് 3 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിലും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഈ കൽപ്പാത്തി തേര്. 2-3 ദിവസം മുൻപ് നമ്മൾ കൽപ്പാത്തിയിലോട്ട് പോയപ്പോഴുള്ള അഗ്രഹാരത്തിന്റെ രഥോത്സവ കാഴ്ചകളാണ് ഈ വീഡിയോയില്. ഉത്സവങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും കൽപ്പാത്തി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സുഖം തന്നെയാണ്. പിന്നെ ഇപ്പൊ ഉത്സവ സമയത്ത് പറയാനുണ്ടോ? കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ കച്ചേരി പോലുള്ള പല പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഗ്രഹാരം മുഴുവൻ ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടായാലാണ് ഇതിന്റെ ഭംഗി പൂർണ്ണമായിട്ട് അറിയുള്ളൂ. വീടുകളെല്ലാം ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് വഴി പോയാലും ഒരേ വഴി പോലെയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. എല്ലാ വീടിന് മുമ്പിലും എപ്പോഴും കാണാറുള്ള ഒരു കാഴ്ചയാണ് ഈ കോലമിടല്. കുറച്ച് വർഷം മുമ്പ് വരെ കൂടുതൽ വീടുകളും ഓട് പതിച്ചത് തന്നെയായിരുന്നു. ഇപ്പൊ പകുതിയും കോൺക്രീറ്റ് വീടുകളായിട്ടുണ്ട്. എന്നാലും എല്ലാ വീടും ഒരുമിച്ച് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് മുൻപേ ഒരു തേര് കണ്ടിരുന്നല്ലോ, എല്ലാം സെറ്റ് ചെയ്ത് ഒരുങ്ങിയിരിക്കുന്ന തേരുകൾ. അതേപോലുള്ളത് ഓരോ സ്ഥലങ്ങളിലായിട്ടും കുറേ എണ്ണം അവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ കാണുന്ന വലിയ തേരുകളൊക്കെ ആ 3 ദിവസങ്ങളിലായിട്ടാണ് വലിക്കാറുള്ളത്. പോളിഷൊക്കെ ചെയ്ത് വൃത്തിയായി സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഫുള്ളായിട്ട് ഇതേപോലെ തന്നെയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ തേര് വലിക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ്. കൽപ്പാത്തി തേര് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരുന്നതും കൂടുതൽ ആൾക്കാരും ഇവിടേക്ക് എത്തുന്നതും നമ്മളെ തേര് കട എന്ന് വിളിക്കാറുള്ള ഇതുപോലുള്ള കടകൾ കാണാനായിട്ടാണ്. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ തേര് വലിക്കുന്നത് പാർക്കും കാണണ്ടേ എന്ന് ചിന്തിക്കരുത് കേട്ടോ. കാരണം തേര് വലിക്കുന്നത് 3 ദിവസങ്ങളിലായിട്ടാണെന്നുണ്ടെങ്കിലും ഇതേപോലുള്ള കടകളെല്ലാം ഇവിടെ വന്നിട്ട് ആഴ്ചകളായിട്ടുണ്ട്. ഇനിയിപ്പോ ഈ രഥോത്സവം കഴിഞ്ഞാലും 1-2 ആഴ്ചയൊക്കെ ഈ കടകളൊക്കെ ഇവിടെ ഇതേപോലെ തന്നെ ഉണ്ടാവും. ഈ ദിവസങ്ങളിലേക്ക് പാലക്കാട് ജില്ലയിലുള്ളവർ ഇവിടെ എത്താതിരിക്കുന്നത് വളരെ കുറവായിരിക്കും. കാരണം അത്രയധികം സാധനങ്ങളാണ് നമുക്ക് വാങ്ങിക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പൊ അവിടെ കൽപ്പാത്തിയിലെ കുണ്ടമ്പലം എന്നറിയപ്പെടുന്ന ഒരു അമ്പലമുണ്ട്, ശിവക്ഷേത്രമാണ്. അതിന് തൊട്ട് മുകളിലായിട്ട് തന്നെ വിനായകന്റെ അമ്പലമൊക്കെ ഉണ്ട്. അതിന്റെ മുന്നിലായിട്ട് നിൽക്കുന്ന 3 തേരുകളാണ് ഇത്. കുറേ അധികം സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴോട്ടായിട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഫുൾ തേര് കടകളാണ് കേട്ടോ. ഓരോ സ്റ്റോറുകളായിട്ട് ഇങ്ങനെ ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ഫുള്ള് തിരക്കാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം വരണ സമയത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ നിന്നില്ല. രഥോത്സവത്തിനായിട്ട് തേരെല്ലാം വൃത്തിയായി പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതിനകത്ത് ഫുൾ ഇങ്ങനെ കൊത്തുപണികളാണ് കേട്ടോ. തേര് പ്രമാണിച്ച് മാത്രല്ല, കുണ്ടമ്പലത്തിനടുത്തുള്ള ഈ ഒരു പൂക്കട അവിടെ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പരിസരത്തോട്ട് എപ്പോൾ പോയാലും പൂ വാങ്ങിക്കാതെ അവിടെ നിന്ന് വരാറുമില്ല. കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടിക്കഴിഞ്ഞ് ഫുള്ളും ലൈറ്റൊക്കെ ആവുമ്പോഴാണ് ഇതിലൂടെ നടക്കാനും കാണാനും ഒക്കെ ഒരുപാട് ഭംഗി. പക്ഷേങ്കിൽ അപ്പോഴത്തേനും ഒരുപാട് തിരക്കാവുന്നുള്ളത് കൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പേ തന്നെ നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ്. ഈ സമയത്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. വണ്ടിയൊന്നും ഇങ്ങോട്ട് പാർക്ക് ചെയ്യാനേ പറ്റില്ല. നമ്മൾ മെയിൻ റോഡിന്റെ സൈഡിലൊക്കെ നിർത്തിയിട്ട് കുറേ അധികം നടന്നാണ് ഇങ്ങനെ അകത്തോട്ട് കയറി വന്നത്. തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ വീഡിയോക്കകത്ത് തിരക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ? അതായത് ഇതുപോലുള്ള കടകൾ ഉണ്ടല്ലോ, നമുക്ക് എണ്ണാവുന്നതിലും അപ്പുറമാണ് ഉള്ളത്. ഈ അഗ്രഹാരം മുഴുവൻ ഇതേപോലുള്ള കടകൾ ഇങ്ങനെ ഓരോ സ്റ്റാളുകളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കടകളിലായിട്ടുമാണ് ആളുകൾ ഉള്ളത്. റോഡിൽ നമ്മൾ മെയിൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് അത്യാവശ്യം ആളുകളുടെ തിരക്കൊക്കെ അറിയാൻ പറ്റുന്നത്. കുറച്ച് മുൻപ് കണ്ടില്ലേ നമ്മുടെ നൊസ്റ്റാൾജിയ മിഠായികള്? ഇപ്പൊ കുറച്ച് വർഷമായിട്ട് ഏതൊക്കെ ഉത്സവപ്പറമ്പ് പോയാലും ഇതൊക്കെ കാണാറുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ മുമ്പിലെത്തിയാല് കുറച്ച് സമയം എല്ലാം ഒന്ന് നോക്കി ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാതെ ഒരു സമാധാനം കിട്ടില്ല. ഇത് കണ്ടോ, എത്ര ഭംഗിയായിട്ട് എന്തോരം സാധനങ്ങളാണ് ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാ വാങ്ങിക്കാതെ വരാൻ പറ്റുക? പിന്നെ ദാ അവിടെ കണ്ട ഒരു സംഭവമാണ് ചിരട്ട കൊണ്ടും മരം കൊണ്ടൊക്കെ ഉള്ള ഐറ്റംസ്. ഞാൻ ഇപ്പൊ കയ്യിൽ കാണിച്ചത് നമ്മുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ, അത് കുത്തിവെക്കുന്ന സംഭവമാണ്. അതിനകത്ത് കുത്തിവെച്ചാല് ചന്ദനത്തിരിന്റെ ആ ചാരമൊക്കെ വീഴുമ്പോൾ ആ ചിരട്ടയ്ക്കകത്ത് തന്നെ വീഴും. അതിനാണെങ്കിൽ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാണാനാണെങ്കിൽ ക്യൂട്ടായിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതൊരെണ്ണം ഞാൻ വാങ്ങിച്ചു. പല സൈസിലും കളറിലുള്ള വെജിറ്റബിൾ കട്ടറും സ്പൂണുകളും അതേപോലെ തന്നെ ഈ കരണ്ടികളും ചട്ടുകങ്ങളും കയ്യിലുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ദാ ഇപ്പൊ കാണുന്ന സംഭവം കണ്ടോ, ഇതാണ് മക്കളെ ഒറിജിനൽ ചിരട്ടപ്പുട്ട്. സ്റ്റീലിന്റെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതേ സംഭവം ഒറിജിനൽ ചിരട്ട കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൽപ്പാത്തി തേരിന്റെ മെയിൻ സംഭവം തന്നെയാണ് ഈ ചൈന പന്തുകള്. ഇത് അവിടെ ആയിട്ട് കുറെ സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ അടുക്കി വെച്ചിട്ടുണ്ടേ.
പിന്നെതാ ചൂരൽ കൊട്ടകള്, അത് ഭംഗിയിൽ കളർ ചെയ്ത ഐറ്റംസും ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നടന്നപ്പോൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അമ്മേ, കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരുന്ന ഐറ്റംസ് അല്ലേ. ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവോ? ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറവായിരിക്കും അല്ലേ. എന്തെല്ലാം സാധനങ്ങൾ ഉപ്പിലിടാൻ പറ്റുമോ അതെല്ലാം അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ടത് മാത്രമല്ല, എന്തെല്ലാം വെറൈറ്റി അച്ചാറുകളുണ്ടോ അതും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ സ്റ്റീൽ പാത്രങ്ങളുടെ കമനീയ ശേഖരം തന്നെ പറയാം അല്ലേ. ചെറുത് തൊട്ട് വലുത് വരെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ചൈന ബോൾ പോലെ തന്നെ തേര് സമയത്ത് എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു സംഭവം തന്നെയാണ് ഈ കാർത്തിക വിളക്കും. ഈ മാസം തന്നെയാണല്ലോ അതും വരുന്നത്. പല വലുപ്പത്തിലും വട്ടത്തിലുള്ള കൽച്ചട്ടികളുണ്ടോ, അതിനൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഭരണികൾ ഇല്ലാത്ത കളറും ഡിസൈനും ഇല്ലാന്ന് തന്നെ പറയാം. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ വാങ്ങിക്കാതിരിക്കാൻ പറ്റുന്നത് അല്ലേ. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അഗ്രഹാരത്തിലൂടെ നടക്കാനും ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഈ കടകൾ മാത്രമല്ല, ഇടയിലിടയിൽ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഐറ്റംസും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുളക് ബജിയും ഐസ്ക്രീമും ചില്ലി ഗോപിയും മസാല സോഡയും അങ്ങനെ കഴിക്കാവുന്ന എല്ലാ ഐറ്റംസിന്റെ കടകളും ഉണ്ട് ഇടയിലിടയിൽ. മാലയും വളയും കമ്മലും തുടങ്ങി എല്ലാ ഫാൻസി ഐറ്റംസും, ചെരുപ്പും ബാഗും ഡ്രസ്സും, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൂടാതെ ഒരു വീട്ടിലേക്ക് ഇപ്പോൾ ഏത് പാത്രമാണോ വേണ്ടത്, പ്ലാസ്റ്റിക് ആണോ, മൺചട്ടിയാണോ, ഭരണി ഐറ്റംസ് ആണോ, സ്റ്റീലാണോ, എല്ലാ സാധനങ്ങളും, വീട്ടിൻ്റെ ഡെക്കോർ ഐറ്റംസും അങ്ങനെയുള്ള സാധനങ്ങളുള്ള ഒരുപാട് കടകൾ ഈ കൽപ്പാത്തി അഗ്രഹാരത്തിൽ തേരിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് നടന്ന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ എന്തായാലും എടുക്കും. എല്ലാ കടകളൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണിച്ചത്. വൈകുന്നേരമായ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫാൻസി ഐറ്റംസ്, കമ്മലും മാലയൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ പോയിട്ട് ഇപ്പം എല്ലാം കൂടെ അങ്ങോട്ട് വാങ്ങിക്കാൻ തോന്നും. അതേപോലെ തന്നെ കുഞ്ഞുമക്കളെ ആകർഷിക്കാൻ ഒരുപാട് ടോയ്സിൻ്റെ കടകളും ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ തന്നെ പോയിട്ട് ഇപ്പം ഏതാ വാങ്ങിക്കുക എന്നുള്ള കൺഫ്യൂഷനിൽ എല്ലാം കൂടെ വാരിയെടുക്കുമ്പോൾ മക്കളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ. ഒരു കട കഴിഞ്ഞ് അടുത്ത കടയിൽ പോകുമ്പോൾ അവിടെ വേറെ വെറൈറ്റി കാണും, പിന്നെ അതും വാങ്ങിക്കും. ഇനിയിപ്പോൾ എല്ലാം നടന്നു കണ്ട് ലാസ്റ്റ് ഒരു റൗണ്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നിപ്പോൾ നടക്കുകയുമില്ല. കാരണം ഒരു റൗണ്ട് നടന്നു വരാൻ തന്നെ 1-2 മണിക്കൂർ എടുക്കും. വീണ്ടും എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് വരിക. എന്തായാലും ഇന്നിപ്പം നമ്മൾ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ട് വളരെ കുറച്ച് 1-2 സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ മാത്രമായിട്ട് തേര് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് സാധാരണ വരാറുള്ളത്. അതൊരു ഉച്ച കഴിഞ്ഞുള്ള സമയത്തേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കും ഉണ്ടാവില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇപ്പൊ കാര്യം സാധിച്ചത് മോനാണ്. അവൻ 2-3 ടോയ്സ് ഒക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. തേരിന്റെയും തേരുകടകളുടെയും വിശേഷങ്ങളുള്ള വീഡിയോ വീണ്ടും ഇടാൻ ശ്രമിക്കാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.